ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ശാലിനി തന്നെയാകും പപ്പി മോളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഈ വിവാഹം മുടക്കുക എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യമെന്നൊക്കെ കാർത്തിക പറയുമ്പോൾ അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് സത്യഭാമ പറയുന്നു. എന്റെ സത്യമേ, സത്യം ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. അവളെ കളക്ടറാണ്, കളക്ടർ. കളക്ടറിന്റെ പദവി വെച്ച് അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ സത്യഭാമ ഐ ജിയെ വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെയും കൂട്ടി ഭാമ നേരെ ശാലിനിയുടെ വീട്ടിലേക്ക് പോകുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ നരകത്തിലേക്കാണെന്ന് ഭാമ പറയുന്നു. എവിടേക്കാണെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ടെങ്കിലും സത്യഭാമ ഒന്നും പറയാതെ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതേസമയം അവർ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് കാർത്തിക നിൽക്കുമ്പോൾ, എന്താടി പെണ്ണെ, നീ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? നീയാണോ ഈ ഗൂഢതന്ത്രത്തിന്റെ പിന്നിലെന്ന് രാഘവൻ നായർ ചോദിക്കുന്നു. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കാർത്തിക അകത്തേക്ക് ഓടി കയറുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. സത്യ തന്റെ ടോയ്സ് എല്ലാം പപ്പിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതേസമയം ശാലിനിയും ശാരദാമ്മയും ഗോപാലകൃഷ്ണനും എല്ലാം അവരുടേതായ അന്വേഷണം നടത്തുകയാണ്. അതേസമയം പപ്പിയെ കാണാത്തതിന്റെ ടെൻഷനിൽ ശാലിനി ആരെയൊക്കെയോ വിളിക്കുന്നു. അമ്മ ചെന്ന് സത്യയുടെ അടുത്തിരിക്കുക, എനിക്കിവിടെ ഇരുന്നാൽ ഇരുപ്പുറക്കില്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് ശാലിനി പറയുമ്പോൾ അങ്ങോട്ടേക്ക് സത്യഭാമയും വിഷ്ണുവും കൂടി വരികയാണ്. കാറിൽ നിന്നും ഇറങ്ങുന്ന ഭാമ ദേഷ്യത്തോടെ ശാലിനിക്കരികിലേക്ക് ചെല്ലുകയാണ്. എന്റെ പപ്പിമോൾ എവിടെയെന്ന് ഭാമ ചോദിക്കുമ്പോ പപ്പിമോള് ഇവിടെയോ എന്ന് ശാലിനി ചോദിക്കുന്നു. മര്യാദയ്ക്ക് അവൾ ഇറക്കി വിടാനായി ദേഷ്യത്തോടെ ഭാമ പറയുമ്പോ ഇത് കേട്ട് പകച്ചു നിൽക്കുകയാണ് എല്ലാവരും. മര്യാദയ്ക്ക് പപ്പീനെ ഇറക്കി വിട്ടോ, നീയല്ലേ അവളെ തട്ടിക്കൊണ്ടു പോയതെന്ന് ഭാമ പറയുമ്പോ ഞാൻ എന്തിനാ എന്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ശാലിനി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ്, നിന്റെ മോളോ? അതെ, രോഹിത്തിന്റെ മോള, അല്ലാതെ നിന്റെ മോളൊന്നുമല്ല. എന്താണെങ്കിലും എല്ലാവരും നോക്കിയിരുന്നോ, ഇപ്പൊ പോലീസ് വരും കള്ള കളക്ടറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായി. ഇത് കേൾക്കുന്ന വിഷ്ണു ദേഷ്യത്തോട് പറയുകയാണ്, അമ്മേ, നമ്മളിവിടെ കാര്യങ്ങൾ ചോദിക്കാനാ വന്നത്, അല്ലാതെ പ്രശ്നമുണ്ടാക്കാനല്ല. സത്യമേ, പപ്പിമോൾ ഇവിടെ ഇല്ലെന്ന് ശാരദാമ്മ പറയുമ്പോ ഭാമ പറയുകയാണ്, വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം മുടക്കാനായി ഇവളെ മനഃപൂർവ്വം പപ്പിയെ ഇവിടെ തന്നെയാ കൊണ്ട് ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അതേസമയം ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യ. തുടർന്ന് പപ്പിയെ ചൊല്ലി അവിടെ ഒരു വാക്തർക്കം ഉണ്ടാവുകയാണ്. തുടർന്ന് ഭാമ പറയുകയാണ്, ഇതൊരു നടക്കി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും പോലീസ് വരട്ടെ, എന്നിട്ട് അവർ തന്നെ നിന്റെ വീടിന്റെ അകത്ത് കയറി തപ്പിയെടുക്കട്ടെ. കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേ നീ കൈനീട്ടി കൊടുത്താൽ മതി, കൈവിലം അണിയിക്കാനായിട്ട്. തുടർന്ന് എല്ലാം കേട്ടതിന് ശേഷം സത്യ പപ്പിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. പപ്പി ആകെ പ്രശ്നമായി, ബിഗ് ഫ്രണ്ടും സത്യാമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. പോലീസ് വരുമെന്നും ഇവിടെയുള്ള എല്ലാ മുറിയിലും തിരച്ചിൽ നടത്തുമെന്നും ഒക്കെ തന്നെയാ പറയുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമാകില്ലേ എന്ന് പപ്പി ചോദിക്കുമ്പോ സത്യ പറയുകയാണ്, ഒരു മുറിയുണ്ട്, അവിടെ അത്രയും പെട്ടെന്നൊന്നും ആരും കയറി വരില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ മുറിയിലേക്ക് പോകാം. ആദ്യം ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ. അങ്ങനെ അവിടെ എങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പപ്പിയും വിളിച്ചുകൊണ്ട് ഓടുകയാണ് സത്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.